ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മളൊന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ എന്തായാലും മാർക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എടുത്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് വീക്കിലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഫെബ്രുവരി ലാസ്റ്റിലാണ് ഏകദേശം ഈ ഒരു നല്ല രീതിക്ക് ക്രാഷ് വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 96,000 ഉണ്ടായ BTC 84,000 വരെ പോയി. പിന്നെയും ഒരു ക്രാഷ് ആയി 79,000 77,000 ആ ഒരു റേഞ്ചിൽ പോയി. പിന്നെ അവിടെ ഒരു CME ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന പോലെ തന്നെ നമുക്ക് CME ഗ്യാപ്പ് നല്ല രീതിക്ക് എവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു $79,000 ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു CME ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്തൊരു ഏരിയ തന്നെയാണ് ആ ഒരു 82,000 ഇരുന്നിട്ട് ആ ഒരു $78,000 വരെയുള്ള ആ ഒരു റേഞ്ച്. അവിടെ CMEയുടെ നല്ല രീതിക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ കറൻ്റ്ലി ഫില്ലായിരിക്കുന്നത്. പക്ഷേ ഫുള്ള് ഫില്ലായി ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ഫില്ലായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് ഒരു $84,000 വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് ടൈമിലും ആ ഒരു 78 റീജിയനിൽ തന്നെ കുറച്ചും കൂടെ വന്ന് ആ ഒരു ഗ്യാപ്പ് നല്ല രീതിക്ക് ഫില്ലാകാനുള്ളൊരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. പക്ഷേ വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് എന്താണെന്ന് നമുക്കിവിടെ നോക്കുന്ന പോലെ തന്നെ 93,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെറിയൊരു CME ഗ്യാപ്പ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ BTC ചിലപ്പോൾ ഒരു പമ്പായി അവിടുത്തെ ഉള്ള ഒരു CME ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പിന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള 98 അല്ലെങ്കിൽ $1 lakh വരെ പോകാനുള്ള നല്ലൊരു പോസിബിലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വേറൊരു പോസിറ്റീവ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിപ്പ് അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഓൾ സീസൺ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ BTCയുടെ ഡോമിനൻസ് നല്ല രീതിക്ക് ഹൈപ്പായിരുന്നു. BTC ഡോമിനൻസ് ഉള്ള ടൈമിൽ ഓൾഡ് കോയിൻസ് ഒക്കെ നല്ല രീതിക്ക് ഡംപ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, മുന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഡംപല്ല, നമുക്ക് സ്റ്റേബിളായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു പമ്പ് വന്നിട്ടില്ല. BTC പമ്പായ പോലെ ഓൾഡ് കോയിൻസിലൊന്നും പമ്പ് ഉണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് ഇനി ഈ ഒരു 2025 മിഡാണ് ടൈമിൽ നല്ലൊരു ഓൾ സീസൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നല്ലൊരു പ്രൈസ് പമ്പ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പറ്റുന്നതൊക്കെ ബൈ ചെയ്യുക. അപ്പോൾ കുറച്ച് നല്ല കോയിൻസ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബൈനാൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൈനാൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിത് മുന്നേ തന്നെ ഞാൻ ഏകദേശം ആ ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ആ ഒരു CME ഗ്യാപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡൗണിൽ വന്ന് പിന്നെ നേരെ കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എവിടെയെന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനാണ്. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 86,500 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു 92,000 വരെ ഒരു അപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഫസ്റ്റ് റീട്രേസ്മെൻറ്റിൽ ചിലപ്പോൾ കയറാനുള്ളൊരു പോസിബിലിറ്റീസ് കുറവാണ്. ഒരു ഡൗൺവേർഡ്സ് തന്നെ വന്നിട്ട് ഈ ഒരു 78 CME ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നല്ലൊരു വോളിയം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു 86,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് പമ്പാനുള്ളൊരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അപ്പോൾ BTCയുടെ ഒരു മൂവ്മെൻറ്റിലാണ് ഇപ്പോഴും നമ്മുടെ ഓൾ കോയിൻസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും എൻട്രി എടുക്കുക ഗൈസ്. ഈ ഒരു ചാൻസ് ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ BTC പമ്പായി, ഓൾ കോയിൻസും ഇതുവരെയും പമ്പായിട്ടില്ല. നമുക്കിവിടെ നോക്കാം, $4,000 വരെയൊക്കെ എപ്പോഴോ പോയതാണ്. അത് BTC ഏകദേശം ഒരു 1,10,000 1,05,000 ഒക്കെ ഉള്ള ടൈമിൽ 4,000 പോയതാണ്. പിന്നെ അവിടെ ഇരുന്ന് നല്ല ക്രാഷ്, ഏകദേശം 50% ക്രാഷ്. 4,000 ഉണ്ടായിരുന്ന ഇപ്പോൾ ജസ്റ്റ് $2,200 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങളൊരു 2x എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ലിക്വിഡേഷൻ 1,100 ആയിരിക്കും വരിക. അവിടേക്കൊന്നും ഈ അടുത്തൊന്നും പോയില്ല. അടുത്തൊന്നുമല്ല, ഇനി പോകാനുള്ളൊരു പോസിബിലിറ്റീസേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 2xലും വേണമെന്നുണ്ടെങ്കിൽ 3x 4x എല്ലാം എടുക്കാം. മിനിമം 5xലെങ്കിലും ബിലോ 5x നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റിയൊരു ടോക്കൺ നമ്മുടെ സോളാണ്. കാരണം സോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം $295 വരെ പോയി. പിന്നെ നല്ല രീതിക്ക് ക്രാഷായി 130 വരെ പോയി. 125 വരെ പോയി. അതും ബിലോ 50%, അതും 50% എബോ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിക്ക് എൻട്രി എടുക്കാം. കാരണം നമ്മൾ ഞാൻ ഇതേപോലെ ചാർട്ട് നമ്മളെ സോളിനും ഇതേപോലെ തന്നെ ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളെ ലാപ്ടോപ്പിലാണ് അതുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ട്
ഈ ഒരു സോളിൻ്റെ മാക്സിമം സപ്പോർട്ട് വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് 125. ആ ഒരു 125 തന്നെയാണ് റീട്രേസ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നല്ല രീതിക്ക് ഇപ്പോൾ സോളും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോൾ ഒരു 130 അല്ലെങ്കിൽ ഒരു 135 സോള് കിട്ടുന്നുണ്ടോ ആ ഒരു ടൈമിൽ നിങ്ങൾ എൻട്രി എടുക്കാം. നല്ല രീതിക്ക് നമുക്കൊരു പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ 2025 സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഓൾ സീസൺ നല്ല രീതിക്ക് പമ്പ് ചെയ്ത് കയറാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സ്പെക്റ്റേഷൻ. അത് നല്ല രീതിക്ക് ഒരു ഹൈപ്പിൽ പോയിട്ട് നമ്മുടെ 2021, 2022 കണ്ട പോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. കാരണം BTC ഡൊമിനൻസ് ഏകദേശം ഒന്ന് സ്റ്റഡിയായി നിന്ന് ഓൾട്ടിൻ്റെ പമ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മുന്നേയൊക്കെ BTC പമ്പ് ചെയ്ത ടൈമിൽ ഓൾഡ് കോയിൻസ് മെല്ലെയായിരുന്നു പമ്പാകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്രാഷിന് ശേഷം നമ്മളെ BTC ചെറിയൊരു പമ്പ് എടുക്കുമ്പോൾ തന്നെ ഓൾഡ് കോയിൻസൊക്കെ നല്ല രീതിക്ക് ഹൈപ്പിൽ കയറുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 90-95 ഒക്കെ എത്തുമ്പോഴേക്കും സോൾ ചിലപ്പോൾ 200 അടുത്ത് വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ 3000 അടുത്ത് വരെ എത്തും. ലിങ്ക് ഇപ്പോൾ കറൻ്റ്ലി $14, $15 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലിങ്കിൽ നല്ല രീതിക്ക് എൻട്രി എടുക്കാം. അതേപോലെ തന്നെ ഡോജി കോയിനിൽ നിങ്ങൾക്ക് എടുക്കാം. 18 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കറൻ്റ്ലി. എലൻ മസ്കിന് എന്തെങ്കിലും ന്യൂസ് വരണമെന്നുണ്ടെങ്കിൽ മിനിമം 25 റുപ്പീസ് വരെ പോകും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ അധികം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അധികം ഡൗൺ വരാത്തൊരു കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോൺ തന്നെയാണ്. നമ്മുടെ ട്രോണാണ്. കാരണം ട്രോൺ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് $0.45 വരെയൊക്കെ പോയി. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം ഈ ഒരു മാർക്കറ്റ് ക്രാഷിലൊന്നും ട്രോൺ അങ്ങനെ ഫോളോ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ട്രോണിൻ്റെ ആ ഒരു പവർ തന്നെയാണ് നമുക്ക് കാണുന്നത്. കാരണം നല്ല രീതിക്ക് ക്രാഷ് വരുന്ന ടൈമിലും ട്രോൺ പിടിച്ച് നിൽക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ടോക്കൺസ് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADA നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ADA 57 റുപ്പീസ് 0.65. അതേപോലെ തന്നെ പോള് നമ്മുടെ മാറ്റിക്ക് പണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ പോളായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. പോളിൽ നിങ്ങൾ എൻട്രി എടുക്കുക. BNB 607. ഓക്കെ, നിങ്ങൾക്കൊരു 580, 570 ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു BNBയിൽ എൻട്രി എടുക്കാം. അതേപോലെ തന്നെ ഷിബായിനും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. കാരണം നമ്മുടെ മിമി കോയിൻസ് ആയിട്ടുള്ള പെപ്പയും ഷിബൊക്കെ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഹൈപ്പ് വന്നിട്ട് നല്ല രീതിക്ക് പമ്പാകാനുള്ളൊരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഷിബ് നോക്കണമെന്നുണ്ടെങ്കിൽ 1 ഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു 1284 അല്ലെങ്കിൽ 128 നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ആകുന്നുണ്ട്. അപ്പോൾ ഈ ടോക്കൺസിലൊക്കെ നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് ഡംപ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക. നമ്മൾ പാനിക് ആകാതിരിക്കുക. നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ മുന്നേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു -10%, -20% ഒക്കെ ഡൗണിലായിരിക്കും. ബട്ട് നമ്മളിപ്പോൾ അക്കുമുലേറ്റ് ചെയ്ത് നിങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് മാക്സിമം എൻട്രി പ്രൈസ് ലോ ആക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ടൈം ഇപ്പോൾ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത്തായിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പൈൻ്റെ ഡീറ്റെയിൽസും KYC ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇൻഡെപ്തായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമുള്ള സമയം വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.